UGC മാർഗരേഖയിൽ കേരളം കോടതിയിലേക്ക് എന്ന വലിയ പ്രാധാന്യമുള്ള വാർത്ത വലിയ തലക്കെട്ടോടുകൂടി തന്നെ നൽകുന്നു. പുതിയ പോർമുഖം എന്നാണ് തലക്കെട്ട്. UGCയുമായിട്ട് ഇനി ഒരു നിയമ പോരാട്ടത്തിലേക്കാണ് പോകാൻ പോകുന്നത്. ഈ പ്രൊഫസറായി 10 വർഷം അക്കാദമിക് യോഗ്യതയുള്ള ആളുകൾക്ക് മാത്രമേ സർവകലാശാലകളിൽ വൈസ് ചാൻസലറായി വരാൻ കഴിയുമായിരുന്നുള്ളൂ. ഇന്നിപ്പോൾ പ്രൊഫസറായ യോഗ്യത വേണ്ടതില്ല എന്നതാണ് UGCയുടെ തീരുമാനം. എന്താണ് അതിന് പിന്നിലുണ്ടാവുക? വൈസ് ചാൻസലർമാരായിട്ട് തീർച്ചയായിട്ടും ഭരണത്തിലിരിക്കുന്നവരുടെ പ്രതിനിധികളെ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള നീക്കമാണ്. അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ട് ഏതെങ്കിലും ഗുണം അക്കാദമിക് മേഖലയ്ക്ക് ഉണ്ടാവില്ല. എന്തുകൊണ്ടാണ് എതിർപ്പ്? സംസ്ഥാന സർക്കാർ പറയുന്നു അധികാര കേന്ദ്രീകരണത്തിന് വഴിയൊരുക്കും. കേന്ദ്ര സംസ്ഥാന പൊതുപട്ടികയിലുള്ള വിഷയമാണ് വിദ്യാഭ്യാസം എന്നിരിക്കെ ഉന്നത വിദ്യാഭ്യാസത്തിൽ അധികാര കേന്ദ്രീകരണത്തിന് വഴിയൊരുക്കുമെന്നതാണ് വിമർശനം, സംസ്ഥാന സർക്കാരിൻ്റെ വിമർശനം. കാരണം സംസ്ഥാന സർവകലാശാലകളുടെ നടത്തിപ്പ് പൂർണ്ണമായും സംസ്ഥാനങ്ങളിലാണെന്നിരിക്കെ അതിന് കേന്ദ്രം ഒരു മാനദണ്ഡം കൊണ്ടുവരികയും ആ മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിൽ VC നിയമിക്കുകയും ചെയ്യുന്നത് സംസ്ഥാനത്തിൻ്റെ അധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമാണ്. സംസ്ഥാനങ്ങളുടെ അധികാരം കവരുമെന്ന് തന്നെയാണ് CPM പറയുന്നത്. സംസ്ഥാന സർക്കാർ പണം മുടക്കുന്ന സർവകലാശാലകളിൽ കേന്ദ്രം പിടിമുറുക്കുന്നുവെന്ന വാദമുയർത്തി പുതിയ UGC മാർഗരേഖ കേരളം കോടതിയിൽ ചോദ്യം ചെയ്യും. നിയമോപദേശം തേടിയിട്ടുണ്ടെന്ന് സർക്കാർ വൃത്തങ്ങൾ പറഞ്ഞു. വൈസ് ചാൻസലറെ നിയമിക്കുന്നതടക്കമുള്ള അധികാരങ്ങൾ ചാൻസലർ കേന്ദ്രീകരിച്ചതോടെയാണ് നിയമയുദ്ധത്തിനുള്ള നീക്കം.